അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. രണ്ട് കണ്ടീഷനിൽ വരുമ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് എങ്ങനെ വരുന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളൊരു മൂന്നാമത്തെ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് വരുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ സഹായത്തോടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വരയ്ക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് വരയ്ക്കണം, എന്നിട്ട് അതൊന്ന് സബ്മിറ്റ് ചെയ്യണം. നോട്ട്ബുക്കിൽ വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ പെൻസിലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതായത് എച്ചും എച്ച് ബിയും 2H ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് അതേ പെൻസിൽ തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്ടേഴ്സും ഇതെല്ലാം കൂടി വരയ്ക്കുമ്പോൾ പ്രൊജക്ടേഴ്സ് ഏതാണ്, നമ്മുടെ ലൈൻ ഏതാണ്, അതിൻ്റെ പ്രൊജക്ഷൻ ഏതാണ്, ഇതൊന്നും മനസ്സിലാവാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് പെൻസിലുകളൊക്കെ ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി വരയ്ക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കണ്ടീഷൻ ഇതാണ്: ലൈൻ പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ലൈൻ പാരലൽ ടു വി പി, വി പിക്ക് പാരലാണ്, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ് ലൈൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ. എ ലൈൻ എ ബി 40 mm long ഈസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പോയിന്റ് എ 20 mm above and above എച്ച് പി ആൻഡ് 10 mm in front of വി പി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പറഞ്ഞ പോലെ പ്ലെയിൻ നമ്മൾ വരയ്ക്കാം. നമ്മൾ ആ പ്ലെയിൻ നോക്കാം. എങ്ങനെയാണ് നമ്മൾ എച്ച് പി എന്നുള്ള വി പി എന്നുള്ള പ്ലെയിൻ വരച്ചു. ഇനി നമ്മുടെ ലൈനിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ലൈനിന്റെ പൊസിഷൻ എങ്ങനെയാണ് പറഞ്ഞേക്കണേ? പാരലൽ ടു വി പി ആണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. അത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ, എച്ച് പിയിലേക്ക് വരുമ്പോൾ കുത്തനെയാണ്. എച്ച് പിയും എന്നുള്ള പ്ലെയിനും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കണം. ഇനി വി പിക്ക് എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കണം. വി പിക്ക് പാരലൽ ആയിരിക്കണം. അപ്പൊ എങ്ങനെ വരും? എച്ച് പിക്ക് കുത്തനെയും വി പിക്ക് പാരലലും ആയിട്ടും നമുക്ക് ലൈൻ നമ്മൾ വരയ്ക്കണം. നോക്കാം നമുക്ക്. അപ്പൊ എ എന്നുള്ള പോയിന്റ് 20 mm എബോവ് എച്ച് പി ആണ് പറയുന്നത്. അതായത് എച്ച് പിയിൽ നിന്ന് 20 mm എബോവ് ആണ്. അതാണ് എവിടെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. എച്ച് പി എന്നുള്ള പ്ലെയിനിൽ നിന്ന് 20 mm മുകളിലായിട്ട് എ എന്നുള്ള പോയിന്റ്. ഇനി അടുത്തത് 10 mm ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് വി പി എന്നുള്ള പ്ലെയിനിൽ നിന്ന് 10 mm ഡിസ്റ്റൻസിലേക്ക് മാറിയിട്ട്, വി പിയിൽ നിന്നുള്ള പോയിന്റ് നിന്ന് 10 mm ഡിസ്റ്റൻസിലേക്ക് മാറിയിട്ട്. ഇവിടെ നമ്മൾ ബി എന്നുള്ള പോയിന്റ് ആണ് 10 mm ഡിസ്റ്റൻസ് വെച്ചേക്കണേ. കാരണം എന്താ പറഞ്ഞത്? എ ബി എന്നുള്ള ലൈൻ ഏതിന് പാരലാണ്? വി പിക്ക് പാരലാണ്. അപ്പൊ എയും ബിയും ഒരേപോലെ ഒരേ ദൂരത്തിലായിരിക്കും വി പിയിൽ നിന്ന്. വി പിക്ക് പാരലാന്ന് പറയുമ്പോൾ വി പിയിൽ നിന്ന് എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റ്, അതായത് ഈ എ ബി എന്നുള്ള ഈ ലൈൻ ഒരേ ദൂരത്തിലായിരിക്കും. അതായത് 10 mm തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇനി നമുക്ക് ലൈൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ വരിക. അതായത് എച്ച് പിക്ക് കുത്തനെ വി പിയിൽ നിന്ന് പാരലായിട്ട്, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വി പിയിൽ നിന്ന് പാരലായിട്ട്. ക്ലിയർ ആയോ? ഈ കണ്ടീഷൻ വരുമ്പോൾ ലൈൻ പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരണം എന്ത്? ഇങ്ങനെ ആയിരിക്കും ആ ചിത്രം എന്നുള്ളത്. നമ്മുടെ ഈ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കാൻ പറ്റുള്ളൂ, പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? സാധാരണ എല്ലാ പ്രോബ്ലത്തിനും കൂടി ചെയ്യുന്ന പോലെ നമ്മൾ ഇവിടെ ഒബ്സർവർ നിന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ നോക്കി. അപ്പൊ എ എന്നുള്ള പോയിന്റിൽ നമ്മൾ എ എന്നുള്ള പോയിന്റ് പ്രൊജക്ടേഴ്സ് വരച്ചു. എ എന്നുള്ള പോയിന്റിലേക്ക് പ്രൊജക്ടേഴ്സ്, ആ പോയിന്റ് കിട്ടുന്ന പോയിന്റ് എന്ത് പേര് വിളിക്കും? എ ഡാഷ്. ഏത് പ്ലെയിനിലാ? വി പി എന്നുള്ള പ്ലെയിനിലേക്ക്. അതായത് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണോ കാണുന്നത് ആ പോയിന്റിനെ ഞാൻ പ്രൊജക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ സ്മോൾ ലെറ്റർ എ പ്ലസ് ഒരു ഡാഷും കൂടി. എന്തുകൊണ്ടാണ്? ഫ്രണ്ട് വ്യൂവിന് അല്ലെങ്കിൽ എലിവേഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു എ ഡാഷ് അല്ലെങ്കിൽ ഏത് ലെറ്റർ ആണോ ആ ലെറ്റർ സ്മോൾ ലെറ്റർ പ്ലസ് ഒരു ഡാഷ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മുടെ പോയിന്റ് ബി ആണ്. അപ്പൊ ബി വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ വി പിയിൽ കിട്ടുമ്പോൾ, അതായത് എലിവേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ കിട്ടുമ്പോൾ അതിന്റെ എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ബി ഡാഷ് ആയിരിക്കും വരിക. ഇനി നമുക്ക് ആ രണ്ട് പോയിന്റുകളെ തമ്മിൽ കൂട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ലൈനാണ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ലൈൻ പാരലൽ ടു വി പി പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്ന് പറയുമ്പോൾ ഏതിനാണോ പാരലൽ ആയിരിക്കുന്നത് ആ വശത്തിന് അത് ട്രൂ ലെങ്ത് ആയിരിക്കും. അതായത് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ബിയുടെ ലെങ്ത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 40 mm ലെങ്ത് ആണ് എ ബിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ 40 mm തന്നെയായിരിക്കും ഏതിന്റെ ലെങ്ത്തും? എ ഡാഷ് ബി ഡാഷ് എന്നുള്ളതിന്റെ ലെങ്ത്തും 40 mm തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇതിന് നേരെ നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഇതിനൊരിക്കലും ലെങ്ത് വ്യത്യാസം നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആയിരിക്കണം. അപ്പൊ മുകളിൽ നിന്ന് ഇവിടെ മുകളിൽ ഭാഗത്ത് നമ്മൾ ഇതിനെ നോക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കുത്തിനെ നിൽക്കുന്നതാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എച്ച് പിയിൽ എന്തേ നമുക്ക് കിട്ടുള്ളൂ? ഒരു പോയിന്റ് നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ടുള്ളൂ. എച്ച് പിയിലേക്ക് ഒരു പോയിന്റ് ആയിട്ട്, അതായത് ഇതിന്റെ ടോപ്പ് പോയിന്റ് മാത്രം, ടോപ്പ് ഭാഗം മാത്രം ഒരു പോയിന്റ് പോലെ നമുക്ക് എവിടെ കിട്ടുള്ളൂ?
ഈ HP എന്നുള്ള പോയിന്റ് ലൈനിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പോയിന്റ് അതായത് XY ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ, രണ്ടിന്റെ ഇന്റർസെക്ഷൻ. VPD HPD ഇന്റർസെക്ഷൻ പറയുന്ന പേരാണ് XY ലൈൻ അല്ലെങ്കിൽ റഫറൻസ് ലൈൻ എന്ന് പറഞ്ഞത്. ഈ റഫറൻസ് ലൈൻ ഈ പോയിന്റ് എത്ര ദൂരത്തിലായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലൈൻ പാരലാണ്. അപ്പൊ പാരൽ ആകുമ്പോൾ ഈ പോയിന്റ് എത്ര ദൂരത്തിലായിരിക്കും? 10 mm തന്നെയായിരിക്കും. നമുക്ക് ഈ കിട്ടുന്ന പോയിന്റിൽ കൊടുക്കുന്ന പേര് എങ്ങനെയായിരിക്കും? കാരണം A എന്നുള്ള പോയിന്റ് A എന്നുള്ളതും B എന്നുള്ളതും ഒരേ രീതിയിലാണ് നമുക്ക് കിട്ടുക. അതായത് മുകളിൽ നോക്കുമ്പോൾ ഒരു പോയിന്റ് മാത്രമേ കിട്ടുക, രണ്ടും ഒരേ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്, ഒരേ രേഖയായതുകൊണ്ട് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും ഒറ്റ പോയിന്റ് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ പോയിന്റ് എന്ത് പേര് കൊടുക്കും? സ്മോൾ ലെറ്റർ AB എന്നുള്ള പേര് കൊടുക്കും. സ്മോൾ ലെറ്റർ AB എന്നുള്ള പേര് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ XY ലൈനിൽ നിന്ന് 10 mm. കാരണം എന്താ, ഇവിടെ നമുക്ക് 10 mm ആണ്. VPയിൽ നിന്ന് ഈ ലൈൻ നിൽക്കുന്ന എത്രയിലേക്കാണ്? 10 mm ഡിസ്റ്റൻസിലാണ്. അപ്പൊ അത് തന്നെയല്ലേ XY ലൈനിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നതും 10 mm ഡിസ്റ്റൻസിലായിരിക്കും ഈ പോയിന്റ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? XY ലൈൻ വരയ്ക്കണം അല്ലെ? XY ലൈൻ നമ്മൾ വരയ്ക്കാം. XY ലൈൻ വരച്ചു. ഇനി XY ലൈൻ വരച്ചിട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ A എന്നുള്ള പോയിന്റ് നമുക്ക് ഇതാണ് വരയ്ക്കണേ. അതായത് ഇത് എവിടെയാണ് വന്നേക്കണേ? ഇതാണ് XY ലൈൻ. റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ടിന്റെയും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്. ആ പോയിന്റിന്റെ മുകളിലാണോ താഴെയാണോ A', B' വന്നേക്കുന്നത്? മുകളിലാണ്. എത്ര മുകളിലാണ്? 20 mm മുകളിലാണ് അല്ലെ? 20 mm മുകളിൽ. അതായത് ഈ HP എന്നുള്ള പ്ലെയിനിൽ നിന്ന്, അതായത് ഈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ഇതാണല്ലോ. ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് ഈ A' വരയ്ക്ക് എത്ര ലെങ്ത് ഉണ്ട്? 20 mm ഉണ്ട്. കാരണം എന്താ, ഈ HP എന്നുള്ള പോയിന്റ് A വരയ്ക്ക് എത്ര ഉണ്ടായിരുന്നു? 20 ഉണ്ട്. നമ്മൾ പറഞ്ഞു ട്രൂ ലെങ്ത് തന്നെയാണ് ഇത് കിട്ടുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു പ്രൊജക്ടർ വരച്ചിട്ട് 20 mm ലെങ്ത്തിൽ ഞാൻ ഒരു പ്രൊജക്ടർ വരച്ചു. 20 mm ലെങ്ത്തിൽ പ്രൊജക്ടർ വെച്ചു. ഈ കിട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ ഏതെന്നുള്ളത് A' എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി A' പോയിന്റ് കിട്ടിയതിന് ശേഷം ഇത് വെർട്ടിക്കലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. XY ലൈന് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് എത്ര ലെങ്ത്തിലാണ് വേണ്ടത്? നമുക്ക് പറഞ്ഞു ഇതിന്റെ ട്രൂ ലെങ്ത് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എത്രയായിരിക്കും? 40 mm ലെങ്ത്തിൽ തന്നെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ലൈൻ AB 40 mm ലോങ് ആന്ന് പറഞ്ഞിട്ട്. അപ്പൊ 40 mm ലെങ്ത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് വരച്ചു? A', B' എന്നുള്ള ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ XY ലൈനിൽ എത്ര വിട്ടിട്ടാണ്? മൊത്തം 60 mm വിട്ടിട്ട്. 60 mm ആണ് B' പോയിന്റിലേക്കുള്ള ദൂരം വരിക. 20 mm വിട്ടിട്ടാണ് A' വരയ്ക്കുക. അവിടുന്ന് 40 mm കൂടി കഴിഞ്ഞാൽ B'. അതാണ് നമ്മുടെ പ്രൊജക്ഷൻ. ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി, ടോപ്പ് വ്യൂ നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കണേ എന്ത് ചെയ്യണം? ഇങ്ങനെ L ഷേപ്പിലിരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ഇതിനെ അതായത് ഒരേ പ്ലെയിനിലാക്കണം. ഒരേ പ്ലെയിനിലാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ HP-നെ എന്ത് ചെയ്യണം? HP-നെ ക്ലോക്ക് വൈസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ഈ ക്ലോക്ക് വൈസിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോക്ക് വൈസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തു. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 10 mm ഉള്ളത്. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഈ 10 mm എവിടേക്കായി മാറി? ഈ XY ലൈനിന്റെ താഴേക്കായി മാറി. അപ്പൊ അവിടെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പോയിന്റ് കിട്ടിയത്. ആ പോയിന്റ് എന്ത് പേര് കൊടുക്കണം? AB എന്നുള്ള പേര് നമ്മൾ കൊടുത്തു. ഇനി അതേത് വ്യൂ ആണ്? ടോപ്പ് വ്യൂ ആണ് നമ്മൾ രേഖപ്പെടുത്തി. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മുടെ എന്ത് ചെയ്തു? ടോപ്പ് വ്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിന്റെ ഏത് സ്കെയിലാണ്, ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ എഴുതണം അല്ലെ? ഡയമെൻഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഈ XY ലൈനും അതുപോലെ ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ വരയ്ക്കേണ്ട ഏത് പെൻസിലാണ്? 2H പെൻസിലാണ്. ഈ ലൈൻ വരയ്ക്കേണ്ടതോ ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ട H പെൻസിലും, എഴുതേണ്ടത് ഏതിൽ വരയ്ക്കണം? 2HB പെൻസിലും വരയ്ക്കണം. അതുപോലെ എക്സ്റ്റൻഷൻ ലൈന്, ഡയമെൻഷൻ ലൈൻ ഒക്കെ എങ്ങനെ വരയ്ക്കണം? 2H പെൻസിൽ കൊണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ സ്കെയിൽ എഴുതി. സ്കെയിൽ ഏതാണ്? 1:1 തന്നെയാണ് നമ്മൾ വരച്ചത്. ഏതാണോ അളവ് തന്നിരിക്കുന്നത് ആ അളവിൽ തന്നെ നമ്മൾ വരച്ചു. ഓൾ ഡയമെൻഷൻസ് ആർ ഏതാണ്? MM-ലാണ് നമ്മൾ ഡയമെൻഷൻ ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഇത് നമ്മുടെ റഫ് വർക്കാണ്. ഈ ഇത്രയും ഭാഗം നമ്മുടെ റഫ് വർക്കാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ലൈൻ പാരലൽ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP എന്നുള്ള ഭാഗത്ത് ഒരു പ്രോബ്ലം ഇതേപോലെ ഉണ്ട്. ആ പ്രോബ്ലം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ അതിന്റെ ആൻസർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻസറിൽ നോക്കാതെ വരയ്ക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ടുകൾ വന്നാൽ മാത്രം അതിന്റെ ആൻസറിലേക്ക് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഈ കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ അടുത്തൊരു ദിവസം അടുത്തൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.